ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്ത കൈലാഷ് പറഞ്ഞ പ്രകാരം കരുണാകരൻ്റെ അടുത്ത് ചെന്ന് പാർവതിക്ക് ഗന്ധർവൻ കൊടുത്ത എല്ലാ സാധനങ്ങളും കത്തിച്ചു കളയണമെന്ന് പറഞ്ഞതുപോലെ തന്നെ കരുണാകരനോട് എല്ലാ സാധനങ്ങളും കത്തിച്ചു കളയാൻ പറയുകയാണ്. അങ്ങനെ കരുണാകരൻ എല്ലാ സാധനങ്ങളും നിലത്തേക്ക് കൊട്ടുകയാണ്. എന്നിട്ട് പേപ്പറുകളൊക്കെ അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടേക്ക് മോഹനൻ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് മോഹന് ഇയാളിപ്പോൾ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അടുത്ത് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ കരുണാകരൻ മോഹനെ കാണുന്നില്ല. അപ്പോഴാണ് പാർവതിക്ക് ഗന്ധർവൻ കൊടുത്ത സാധനങ്ങളാണ് കത്തിച്ച് കളയാൻ വേണ്ടി നോക്കുന്നത് എന്ന് മോഹനന് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ മോഹന് ഓടിച്ചെന്ന് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പാർവതി ഗോഡൗണിലാണ് ഉണ്ടാവുക. അപ്പോൾ മോഹനൻ കാര്യം പറയാണ്, പാർവതി, നിനക്ക് ഗന്ധർവൻ തന്ന എല്ലാ സാധനങ്ങളും ആ കരുണാകരൻ അവിടെ നിന്ന് കത്തിച്ച് കളയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി ഓടി പിടിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പാർവതി അവിടേക്ക് ചെല്ലുന്നതിന് മുന്നേ കരുണാകരൻ ആ സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു തവണ കത്തിക്കാൻ നോക്കുമ്പോൾ കാറ്റിന് തീ കെട്ടുപോവുകയാണ്. അപ്പോൾ കരുണാകരൻ സ്വയം പറയുകയാണ്, പാർവതി, നിന്നോടൊപ്പമാണല്ലോ കാറ്റ് പോലും. എന്നിട്ട് രണ്ടാമത്തെ തവണ കത്തിക്കാൻ വേണ്ടി നോക്കുന്ന ആ സമയത്താണ് പാർവതി അവിടേക്ക് ഓടി ചെല്ലുന്നത്. അപ്പോൾ ആ പേപ്പറുകൾ കത്തി തുടങ്ങാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പാർവതി ഓടിച്ചെന്ന് അതെല്ലാം കെടുത്തുകയാണ്. അപ്പോൾ കരുണാകരൻ പാർവതി എന്ന് പറഞ്ഞ് ഒച്ചയെടുത്തുകൊണ്ട് പാർവതിയെ ഒന്നങ്ങ് തൊട്ടതോടുകൂടി ആ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ തരുന്ന മര്യാദ ഇത്രയ്ക്കേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ കരുണാകരനെ തുറിച്ചു നോക്കുകയാണ് പാർവതി. എന്നിട്ട് ഗന്ധർവൻ കൊടുത്ത എല്ലാ സാധനങ്ങളും പെറുക്കിയെടുത്ത് കവറിലേക്ക് ഇടുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മോഹനനും സൗസവും ജയന്തിയും വരുന്നത്. അപ്പോൾ മോഹനൻ പറയാണ്, സാർ, എന്ത് ന്യായമാണ് ഈ കാണിക്കുന്നത്? അപ്പോൾ കരുണാകരൻ പറയണേ, നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നിനക്ക് ഇടപെടേണ്ട കാര്യവും ഇതിലില്ല, മര്യാദക്ക് പോയി നീ നിന്റെ ജോലി ചെയ്തോ. അപ്പോൾ പാർവതി പറയണേ, നീ ആരാടാ, നീ എന്ത് ചെയ്യും, നിന്നോട് ഇത്രയ്ക്ക് മര്യാദയിൽ പെരുമാറൂ. അപ്പോൾ കരുണാകരൻ പറയണേ, ഈ പട്ടിക്കാട്ടുകാരി, മര്യാദയ്ക്ക് സംസാരിച്ചോ. അപ്പോഴത്തേക്കും പാർവതി നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ വിരൽ ചൂണ്ടിയിട്ട് കരുണാകരനോട് പറയണേ, ഞാൻ ഇത്രയ്ക്ക് തന്നെയാണ്, നിനക്ക് മര്യാദ ഞാൻ തരുന്നുള്ളൂ. ആരോട് ചോദിച്ചിട്ടാടാ നീ എനിക്ക് തന്ന ഗന്ധർവ്വൻ എനിക്ക് തന്ന സാധനങ്ങൾ കത്തിക്കാൻ വേണ്ടി നോക്കിയത്? ആര് പറഞ്ഞിട്ടാണ് എൻ്റെ ഈ സാധനങ്ങളെല്ലാം നീ കത്തിക്കാൻ നോക്കിയത്? ആരാ നിന്നോട് ഇത് കത്തിക്കാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് നീ പറഞ്ഞോ. അപ്പോൾ കരുണാകരൻ പറയണേ, ഇത് നീ താമസിക്കുന്ന നിന്റെ ഹോസ്റ്റലല്ല, ഇത് നീ ജോലി ചെയ്യുന്ന നിന്റെ കമ്പനിയാണ്. ഇവിടെ വേസ്റ്റ് ഒന്നും കൊണ്ടുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗന്ധർവനാണെന്നും പറഞ്ഞ് ഇവിടേക്ക് ഒരാൾ വന്നല്ലോ, ആ നന്ദൻ. എന്നിട്ട് എന്തുണ്ടായി? അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കമ്പനിയിൽ ഉണ്ടായത്? നീ കാരണം അവസാനം നിനക്ക് നന്ദൻ്റെ പേരിൽ ജയിലിൽ പോവേണ്ടി വന്നില്ലേ? ഇനിയും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഞാനാണ് PKR സാറിനോട് മറുപടി പറയേണ്ടി വരിക. അപ്പോൾ പാർവതി പറയണേ, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത്. കൈലാഷ് സാറിന് എല്ലാം അറിയാം. അവർ ചോദിച്ചാലേ ഞാൻ കൊടുത്തോളാം അവർക്കുള്ള മറുപടി, അല്ലാതെ നീ ഇതിൽ ആവശ്യമില്ലാതെ ഇടപെടേണ്ടതില്ല. ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. ഈ സാധനങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ഇതെല്ലാം കത്തിച്ചു കളയും. അതോടുകൂടി പാർവതിക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. നീ എൻ്റെ ഗന്ധർവൻ തന്ന സാധനങ്ങളിൽ നീ കൈവച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ കരുണാകരൻ, നീ എന്ത് ചെയ്യുമെടി? അപ്പോൾ പാർവതി, ഞാനും ഇതുപോലെ നിന്നെ കത്തിച്ചു കളയും. അതോടുകൂടി കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മോഹനനും സൗസും ഒക്കെ ഇങ്ങനെ പാർവതിയുടെ ആ ഒരു പെട്ടെന്നുള്ള ഭാവവ്യത്യാസം കാണുമ്പോൾ അവരൊക്കെ അതിശയത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ പറയുന്നത്, ആഹാ, നീ അത്രയ്ക്കായോ, എങ്കിൽ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് കരുണാകരൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ മോഹനോടും സൗസവിനോടും പറയണേ, എന്താണാവോ നോക്കി നിൽക്കുന്നത്, മര്യാദക്ക് പോയി ജോലി ചെയ്യുന്നുണ്ടോ, പോ ഇവിടെ നിന്ന് എന്ന് പറയട്ടോ. അങ്ങനെ കരുണാകരൻ പോയി കഴിഞ്ഞ ശേഷം സൗസവ് പറയണേ, എന്തിനാണ് പാർവതി നീ വീണ്ടും ഗന്ധർവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നടക്കുന്നത്? ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, ഇനിയും നിനക്ക് മതിയായില്ലേ? അപ്പോൾ പാർവതി തൊഴുതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നൊന്ന് പോയി തരുമോ, ഞാൻ കുറച്ചു നേരം തനിച്ചൊന്ന് ഇരിക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് പാർവതി പറയട്ടോ. അങ്ങനെ മോഹനും സൗസവും പോയി കഴിഞ്ഞ ശേഷം ഗന്ധർവൻ തന്ന എല്ലാ സാധനങ്ങളും കരുണാകരൻ നിലത്തിട്ടത് കൊണ്ട് അതെല്ലാം പെറുക്കി ആ സഞ്ചിയിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ മാലയിട്ട ബോക്സ് കാണുന്നത്. അപ്പോൾ പാർവതി ആ ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലെ മാല നിലത്ത് വീണ് കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ മാല എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരാളുടെ ഫോട്ടോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇതിൽ രണ്ടുപേരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ഇത് ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മാലയെടുത്ത് അതിലെ ഫോട്ടോസ് നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിൽ പാർവതിയും പ്രിയനും ഒന്നിച്ചുള്ള ആ ഫോട്ടോ കണ്ടതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഗന്ധർവൻ എൻ്റെ പ്രിയൻ ചേട്ടനായിരുന്നോ? അപ്പോൾ പാർവതി ഞെട്ടലോട് കൂടിയാണ് ആ ഫോട്ടോയിൽ നോക്കുന്നത്. അപ്പോൾ അന്ന് ഗന്ധർവൻ എഴുതിയ ആ കത്തിൽ നിന്റെ കയ്യിലുള്ള മാലയിലെ പകുതി എൻ്റെ ഫോട്ടോയും മറ്റേ പകുതിയിൽ എൻ്റെ ഫോട്ടോയുമാണുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിയൻ എഴുതിയത് പാർവതി ആ സമയത്ത് ആലോചിക്കുകയാണ്. എന്നിട്ട് പ്രിയൻ്റെ കൂടെ സൈക്കിളിൽ പോയതും പ്രിയൻ പാർവതിയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തതും അതൊക്കെ പാർവതി ആലോചിക്കുകയാണ്. എന്നിട്ട് പാർവതി കരഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് അപ്പോൾ എൻ്റെ പ്രിയൻ ചേട്ടനായിരുന്നോ എൻ്റെ ഗന്ധർവൻ എന്ന് സന്തോഷത്തോടു കൂടി കരഞ്ഞുകൊണ്ട് സ്വയം പറയുകയാണ്. അങ്ങനെ പാർവതി പെട്ടെന്നാണ് പ്രിയൻ ചേട്ടൻ എന്നെ വിട്ട് ഇന്ന് എന്നേക്കുമായി പോവുകയാണല്ലോ, എൻ്റെ പ്രിയൻ ചേട്ടൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഗന്ധർവനെ ഞാൻ കണ്ടുപിടിച്ചു പ്രിയൻ ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ, ആ മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട്. എന്നിട്ട് പാർവതി നേരെ ഫോണിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്, ലോക്കറിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പാർവതി ഇങ്ങനെ വെപ്രാളം പിടിച്ച് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോഹനനും സൗസും ഇത് കാണുന്നുണ്ട്, ജയന്തിയൊക്കെ. അപ്പോൾ എന്ത് പറ്റി, പാർവതിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവർ അതിശയത്തോടു കൂടി പാർവതിയെ അവരവർ നോക്കുന്നുണ്ട്. അങ്ങനെ പാർവതി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് ഫോൺ എടുത്ത് അതിൽ നിന്നും പ്രിയന് ഫോൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മോഹന് ആർക്കാവും പാർവതി ഫോൺ ചെയ്യുന്നത്, എന്താവും പാർവതിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ അവർ സ്വയം പറയുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി പ്രിയൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പ്രിയൻ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ എന്തിനായിരിക്കും പാർവതി ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന് പ്രിയൻ സ്വയം പറയുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ്, മോനെ നിൻ്റെ ഫോൺ അടിക്കുന്നത്, നീ എന്താ അത് എടുക്കാത്തത്? ആ എനിക്കറിയാം എൻ്റെ ഫോൺ അടിക്കുന്നത്, ഞാൻ എടുത്തോളാം, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഓട്ടോ ഓടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ ഓട്ടോക്കാരനോട് സംസാരിക്കട്ടെ. അപ്പോൾ ഓട്ടോക്കാരനാണെങ്കിലോ ഞാൻ പ്രിയൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊരു പക്ഷേ പാർവതി കണ്ടിട്ടുണ്ടായിരിക്കും, അപ്പോൾ ഗന്ധർവൻ ഇവനാണെന്നുള്ളത് മനസ്സിലായപ്പോൾ അതായിരിക്കും പാർവതി ഇവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നൊക്കെയാണ് ഓട്ടോക്കാരൻ മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നിട്ട് പാർവതി പ്രിയൻ്റെ ഫോണിലേക്ക് തുടരെ വിളിക്കുമ്പോഴും പ്രിയൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പാർവതി സങ്കടപ്പെട്ട് എന്താ പ്രിയൻ ചേട്ടാ ഫോൺ എടുക്കാത്തത്, ഒന്ന് ഫോൺ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് കരുണാകരൻ വരികയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ പാർവതിയോട് ചോദിക്കാൻ, എന്താടി നീ കാണിക്കുന്നത്, ഞാൻ നിന്നെ വെറുതെ വിട്ടു എന്ന് കരുതിയപ്പോൾ നീ എന്താടി ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവിടെ വന്ന് ഫോൺ എടുക്കുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ എടുക്കാൻ പാടില്ല ജോലി സമയത്ത് എന്ന്, എന്നിട്ട് നീ ഫോൺ എടുത്ത് സംസാരിക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞ് പാർവതിയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങാൻ നോക്കുക. ഫോൺ താടി എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഫോൺ കൊടുക്കാതെ അങ്ങ് നിൽക്കുക കേട്ടോ. നിന്നോടല്ലടി പറഞ്ഞത് ഫോൺ തരാനേ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങാൻ നോക്കുമ്പോഴത്തേക്കും പാർവതി അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്നെ തള്ളി മാറ്റുന്നോടി എന്ന് പറഞ്ഞ് പാർവതിയുടെ അടുത്തേക്ക് വീണ്ടും കരുണാകരൻ ചെല്ലുന്ന സമയത്ത് പാർവതി കരുണാകരനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി കരുണാകരൻ ദൂരെ അങ്ങ് തന്ന് വീഴുകയാണ് കേട്ടോ. അപ്പോൾ കൈ കുത്തിയിട്ടാണ് കരുണാകരൻ വീഴുന്നത്. അപ്പോഴത്തേക്കും കരുണാകരന് കൈ നന്നായിട്ട് തന്നെ വേദനിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഭ്രാന്തിയെ പോലെയാണ് പാർവതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും മോഹനനും സൗസവും ജയന്തിയൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പാർവതി അവിടെ ഇരിക്കുന്ന ഒരു കോലെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ കോലെടുക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ്റെ നേരെ അങ്ങ് ചെല്ലാണ്. എന്നിട്ട് കരുണാകരനെ ആഞ്ഞു കുത്താൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, എന്നെ തടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ്റെ നേരെ കയ്യിലുള്ള ഇരുമ്പ് കോല് കരുണാകരനെ അങ്ങ് കുത്താൻ നോക്കുന്നതോടുകൂടി കരുണാകരൻ തന്നെ അങ്ങ് പേടിച്ചു പോകാൻ കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് പാർവതി ആ കോല് നിലത്തിട്ട ശേഷം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സൗസോ മോഹനോട് പറയണേ, അവൾ എവിടേക്കാണാവോ പോകുന്നത്, മോഹൻ ചേട്ടൻ ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറയുമ്പോൾ മോഹനം പോകാൻ ഒരുങ്ങുമ്പോൾ കരുണാകരൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ നിന്ന് ആരെങ്കിലും പോയാൽ അതോടുകൂടി അങ്ങ് പൊയ്ക്കൊള്ളണം, പിന്നെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വരാൻ നിൽക്കണ്ട എന്ന് വിറച്ചുകൊണ്ടാണ് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ജോലി നോക്ക്. കരുണാകരൻ സ്വയം പറയുകയാണ്, ഇത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തിയല്ലേ, നീ ഇനി മനസമാധാനത്തോടു കൂടി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് കരുണാകരൻ പോകുന്നത്. അങ്ങനെ പാർവതി
പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ് പ്രിയൻ്റെ അടുത്തേക്ക് പ്രിയനെ കാണാൻ വേണ്ടി. പക്ഷേ പാർവതിക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്നറിയാതെ ടെൻഷനായി നിൽക്കാണ്ട്. അങ്ങനെ ഒരു ഓട്ടോക്കാരനെ കിട്ടുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വിടുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കയറിക്കോളൂ കുട്ടി, ഞാൻ ആക്കിത്തരാം എന്ന് പറയട്ടെ. അങ്ങനെ ഓട്ടോക്കാരനോട് സ്പീഡിൽ ഓടിക്കാൻ പറയുകയാണ്. അങ്ങനെ ഓട്ടോ ഓടിച്ച് പോവുകട്ടോ. അപ്പോഴത്തേക്കും പ്രിയൻ ബസ് സ്റ്റാൻഡിലെത്തുകയാണ്. അപ്പോൾ പാർവതി ഓട്ടോയിൽ കയറുന്നതിൻ്റെ മുന്നേ ദർശനയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. ദർശന, പ്രിയൻ ചേട്ടൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാവും. അല്ല, ഞാൻ നിനക്ക് എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. പ്രിയൻ ചേട്ടൻ എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല പാർവതി, നിൻ്റെ ബാഗിൽ ഞാനൊരു മാല വെച്ചിരുന്നു, അത് നീ കണ്ടോ? അപ്പോൾ പാർവതി, അത് നീയാണോ വെച്ചത്? അതെ എന്ന് പറയട്ടോ. അങ്ങനെ ദർശന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി പ്രിയൻ പാർവതി ഗന്ധർവൻ്റെ സാധനങ്ങളെല്ലാം ചോദിച്ച സമയത്ത് അതിലുള്ള മാലയിൽ പ്രിയൻ്റെയും പാർവതിയുടെയും ഫോട്ടോ ഉള്ള ഭാഗത്തെ പ്രിയൻ്റെ ഭാഗം മാറ്റി വെക്കുന്നതെല്ലാം തന്നെ ദർശന അവിടെ നിന്ന് കാണുന്നതും പാർവതിയെ ഓർത്ത് പ്രിയൻ ചേട്ടൻ പൊട്ടിക്കരഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ദർശന പാർവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ നീ അന്വേഷിക്കുന്ന ഗന്ധർവൻ എൻ്റെ പ്രിയൻ ചേട്ടനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് പ്രിയൻ ചേട്ടൻ മാറ്റിവെച്ച ഫോട്ടോയുള്ള ഭാഗം ഞാനാണ് യോജിപ്പിച്ചത് എന്നൊക്കെ ദർശന പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദർശന നീ എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? അത് പിന്നെ എന്തെങ്കിലും കാരണവശാൽ അമ്മ ഇത് അറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ഇനിയിപ്പോൾ പ്രിയൻ ചേട്ടന് ഇവിടെ നിന്നും പോവാതിരിക്കണമെങ്കിൽ അത് പാർവതി തന്നെ വിചാരിക്കണം. പാർവതി എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് പ്രിയൻ ചേട്ടനുമായിട്ട് തിരികെ വരണം. എന്ത് കാരണവശാലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, പ്രിയൻ ചേട്ടനും പാർവതിയും ഒരിക്കലും പിരിയരുത് എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി പറയണേ, ഇല്ല, എൻ്റെ ഗന്ധർവനെ ഞാൻ ഒരിക്കലും പിരിയില്ല, എൻ്റെ ഗന്ധർവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പാർവതി പെട്ടെന്ന് ഫോൺ വെച്ച ശേഷമാണ് ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ പാർവതി കരഞ്ഞുകൊണ്ട് പ്രിയൻ്റെ ഫോണിലേക്ക് ഒരുപാട് തവണ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും പ്രിയൻ പാർവതിയുടെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പ്രിയൻ്റെ കൂടെയുള്ള ഓട്ടോക്കാരൻ പറയാണ്, മോനെ, നിനക്ക് വിളിക്കുന്നത് പാർവതിയല്ലേ, നിനക്കെന്താ ആ കുട്ടിയുടെ ഫോൺ എടുത്താൽ? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇക്കാര്യത്തിൽ നിങ്ങൾ തലയിടണ്ട എന്ന്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എന്നാൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്നതിൻ്റെ കൂലിയാണിത്, ഓട്ടോ കൂലിയാണ് എന്ന് പറഞ്ഞ് കാശ് കൊടുക്കാണ്ടോ. അങ്ങനെ പ്രിയൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും പാർവതി ഫോൺ വിളിക്കുമ്പോൾ പ്രിയൻ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ പറയണം, മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ത്യാഗമാണെന്നല്ലേ നീ കരുതുന്നത്? പക്ഷെ നീ ചെയ്യുന്നത് ത്യാഗമല്ല, നീ ഇപ്പോൾ ചെയ്യുന്നത് പാർവതിയെ ദ്രോഹിക്കുകയാണ്. അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. പാർവതി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന് അവൾക്ക് നീ ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ പ്രിയൻ വിഷമത്തോടു കൂടി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പ്രിയൻ പാർവതിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കൈലാഷ് പാർവതിയെക്കുറിച്ച് പറഞ്ഞ കാര്യം അങ്ങ് ഓർമ്മ വരികയാണ്. കൈലാഷ് കരഞ്ഞുകൊണ്ട്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അത് മറ്റാരുമല്ല പ്രിയ, എൻ്റെ പാർവതിയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം പാർവതിയുടെ നാട്ടിൽ വെച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പ്രിയൻ ഓർക്കുകയാണ്. അപ്പോൾ പ്രിയൻ പാർവതി പറഞ്ഞ കാര്യവും ഓർക്കുകയാണ്. പ്രിയൻ ചേട്ടൻ പോവരുത് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചും പ്രിയൻ ആ സമയം ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ ഇനി പോവും എന്നുള്ള തീരുമാനം പാർവതിയോട് പറഞ്ഞതും പിന്നീട് കൈലാഷിൻ്റെ അടുത്ത് പാർവതിയെ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് കൈലാഷ് ഗന്ധർവൻ കൊടുത്ത എല്ലാ സാധനങ്ങളും വലിച്ചെറിയുമ്പോൾ പാർവതി പറഞ്ഞ മറുപടിയെക്കുറിച്ചൊക്കെ പ്രിയൻ വിഷമത്തോടു കൂടി ആലോചിക്കാണ്ടോ. അങ്ങനെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കണ്ടക്ടർ ഓരോരുത്തർക്കും സീറ്റ് ബുക്ക് ചെയ്തതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ പ്രിയൻ്റെ സീറ്റ് ഇന്ന ഭാഗത്താണ് എന്ന് കണ്ടക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ ചോദിക്കുകയാണ്, അല്ല പോവാറായോ എന്ന് ചോദിക്കുമ്പോൾ 4 പേരും കൂടി വരാനുണ്ട്, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പോവാം എന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറയണം. അപ്പോൾ അവരെ കാത്തു നിൽക്കാണ്ട്. അപ്പോഴത്തേക്കും പാർവതി ഓട്ടോക്കാരനോട് സ്പീഡിൽ പോയേട്ടാ, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറയും. നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അയാളും കഴിയുന്നത് പോലെ സ്പീഡിൽ ഓടിക്കാണ്ടോ. പെട്ടെന്നാണ് അയാളുടെ ഓട്ടോയുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്ന് ഇടിക്കുന്നത്. അതോടുകൂടി ഓട്ടോക്കാരനും ബൈക്കുകാരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമുണ്ടാവുകയാണ്. അപ്പോൾ പാർവതി, അയ്യോ, പിന്നീട് വഴക്കിടാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വഴക്കിടുന്നത്? എനിക്ക്
എനിക്ക് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തണം എന്ന് പറയുമ്പോൾ, നീ വേറെ വണ്ടി വിളിച്ച് പോയിക്കോ, എൻ്റെ ഓട്ടോക്ക് നല്ല പരിക്കുണ്ട്, ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ ഞാൻ വരില്ല എന്ന് പറയട്ടെ. അങ്ങനെ പാർവതി അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.